ഹായ് ഓൾ, ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ കഴിഞ്ഞ മാസമൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ബിസി ആയിപ്പോയി. അതിനാൽ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. കുറേ കാര്യങ്ങൾ മിസ്സായി, വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് കോട്ടത്തിലായിരുന്നു. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ അർജൻറ്റായിട്ടൊരു അപ്ഡേറ്റാണ്. പക്ഷേ ഈ അപ്ഡേറ്റ് വരാനും എനിക്ക് മിസ്സായിപ്പോയി. കുറച്ച് ദിവസം ഡിലേ ആയിപ്പോയി. ഞാൻ ഒന്ന് ഫോളോ ചെയ്യുന്നുണ്ടില്ലായിരുന്നു കുറച്ച് ദിവസമായിട്ട്. അപ്പം സെപ്റ്റംബർ 6 വന്ന ഒരു ഡയറക്ഷൻ പ്രകാരം, US ഗവൺമെന്റ് ഡയറക്ഷൻ പ്രകാരം നോൺ ഇമിഗ്രന്റ് വിസ, F1 അങ്ങനെ പിന്നെ F1 വിസ, B1 B2 വിസ, അങ്ങനെ പലതരത്തിലുള്ള നോൺ ഇമിഗ്രന്റ് വിസാസിന് അപ്പോയിൻമെന്റ് ബുക്ക് ചെയ്യുമ്പോൾ ദേ മസ്റ്റ് ബുക്ക് ദ അപ്പോയിൻമെന്റ് ഫ്രം ദെയർ കൺട്രി ഓഫ് റെസിഡൻസ്. അതായത് നിങ്ങൾ ഒരു ഇന്ത്യൻ ആണെങ്കിൽ നിങ്ങൾ ഇന്ത്യയിൽ തന്നെ അപ്പോയിൻമെന്റ് ബുക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിന് എന്താ ഈ ഡയറക്ഷൻ വരാൻ കാരണം എന്ന് വെച്ചാൽ പല കൺട്രീസും, അതായത് ടൂറിസ്റ്റ് വിസയിൽ പോയിട്ട്, ഫോർ എക്സാമ്പിൾ തായ്ലാൻഡ്, വിയറ്റ്നാം, മലേഷ്യ, അതുപോലെ നമ്പർ ഓഫ് കൺട്രീസ് ഉണ്ട് പെട്ടെന്ന് അപ്പോയിൻമെന്റ് കിട്ടുന്ന കൺട്രീസ്. സോ ഇന്ത്യയിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് അപ്പോയിൻമെന്റ് കിട്ടാതെ വരുമ്പോൾ സാധാരണ ആൾക്കാർ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു വിസിറ്റർ വിസ, ടൂറിസ്റ്റ് വിസ ബുക്ക് ചെയ്തിട്ട് ഏത് തായ്ലാൻഡോ, വിയറ്റ്നാമോ, മലേഷ്യ അല്ലെങ്കിൽ ജർമ്മനി, അങ്ങനെ പെട്ടെന്ന് അപ്പോയിൻമെന്റ് കിട്ടുന്ന സ്ഥലങ്ങളിലേക്ക് ഫ്ലൈ ചെയ്തിട്ട് അവിടെ പോയി 2 ദിവസം താമസിച്ച് അപ്പോയിൻമെന്റ് ഇന്റർവ്യൂ പോയിട്ട് പാസ്പോർട്ടും കളക്ട് ചെയ്ത് വരുന്ന ഒരു പതിവാണ് ഇപ്പോൾ കൊണ്ടുവന്നിരുന്നത്. അത് ഒരുപാട് പേര് മിസ്യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ആണ് ഈ ഒരു ഡയറക്ഷനിലേക്ക് വന്നത്. അപ്പം എന്താ ഇപ്പോൾ തീരുമാനം എന്ന് വെച്ചാൽ, ഈ തീരുമാനം വന്നതിന് ശേഷം സെപ്റ്റംബർ 6 ശേഷം അപ്പോയിൻമെന്റ് ബുക്ക് ചെയ്യുന്നവർ ദേ മസ്റ്റ് ബുക്ക് ദ അപ്പോയിൻമെന്റ് ഫ്രം ദർ കൺട്രി ഓഫ് റെസിഡൻസ് ഓഫ് കൺട്രി ഓഫ് സിറ്റിസൺഷിപ്പ്. ഇപ്പോൾ അതിൽ പല റിക്വയർമെന്റ്സ് ഉണ്ട്. ആ റിക്വയർമെന്റ്സിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ റെസിഡൻസ് റിക്വയർമെന്റ്. റെസിഡൻസ് റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഒരു ഒരു എബ്രോഡ് കൺട്രിയിൽ, ഫോർ എക്സാമ്പിൾ മാൾട്ട അല്ലെങ്കിൽ പോളണ്ടിൽ പോയിട്ട് അവിടെ വർക്ക് പെർമിറ്റ് ഉണ്ട്, നിങ്ങൾക്ക് റെസിഡന്റ് കാർഡ് ഉണ്ട്. സോ യു ആർ ക്വാളിഫൈഡ് ടു അപ്ലൈ ആസ് എ റെസിഡന്റ്. അപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ വേറൊരു കൺട്രിയിൽ റെസിഡന്റ് ആയിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ പറ്റും. അല്ലാത്ത പക്ഷം ടൂറിസ്റ്റ് വിസയിൽ പോകുന്നവർക്ക് മാത്രമാണ് ഈ ഒരു ഡയറക്ഷൻ ബാധകം. ടൂറിസ്റ്റ് നിങ്ങൾ ഫീസ് അടച്ചിട്ട് നിങ്ങളുടെ നാഷണാലിറ്റി അല്ലാത്ത മറ്റൊരു കൺട്രിയിൽ ടൂറിസ്റ്റ് വിസയിൽ പോയിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇന്റർവ്യൂ വളരെ ഡിഫിക്കൽട്ടും ആയിരിക്കും. നിങ്ങൾ ക്വാളിഫൈ ആകാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. ഇനി മുതൽ 0 എന്ന് പറഞ്ഞാൽ ഡെഡ് 0. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ ഒരു ഭയങ്കര വല്ല ലക്കോ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ എന്നാൽ പോലും ഇല്ല, 0. നിങ്ങൾക്ക് റെസിഡൻസ് സ്റ്റാറ്റസ് ഇല്ല, നിങ്ങൾ ടൂറിസ്റ്റ് വിസയിൽ പോയിട്ടാണ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഇന്റർവ്യൂവിൽ പാസ്സാകാനുള്ള ചാൻസ് എന്ന് പറയുമ്പോൾ 0. സോ ഫീസ് അടച്ചിട്ട് ഇത്രയും പൈസ മുടക്കി എബ്രോഡ് പോയിട്ട് നിങ്ങൾക്ക് അവിടെ റെസിഡന്റ് സ്റ്റാറ്റസ് ഇല്ലാതെ നിങ്ങൾ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ആ പൈസ എല്ലാം വേസ്റ്റ് ആണെന്നാണ് സാരം. അപ്പോൾ നിങ്ങളുടെ കൺട്രി ഓഫ് റെസിഡൻസ് ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഒരുപാട് എംബസികളുണ്ട്. ഏർലി അപ്പോയിൻമെന്റ് എടുത്തു തരാൻ വേണ്ടി ഒരുപാട് ഏജൻസികൾ അവൈലബിൾ ആണ്. നമ്മൾ ആ സർവീസ് ചെയ്യുന്നുണ്ട്, നമുക്ക് കുറേ ഏജൻസ് ഉണ്ട്. സോ അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഏർലി അപ്പോയിൻമെന്റ് വേണം, ഒരു 2 മാസത്തിനുള്ള അപ്പോയിൻമെന്റ് വേണം എന്നുണ്ടെങ്കിൽ, സ്റ്റുഡന്റ് വിസ ആണെങ്കിലും B1 B2 വിസ ആണെങ്കിലും, reach out to me and I will connect with the right agent and then I will get it done. ഓക്കെ, സോ അപ്പോയിൻമെന്റിന് വേണ്ടിയിട്ട് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾക്ക് അപ്പോയിൻമെന്റ് വേണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. ഞാനത് നമ്മളുടെ ഏജന്റ് മുഖേന നിങ്ങൾക്ക് എടുത്തു തരുന്നതാണ്. സോ അടുത്ത റിക്വയർമെന്റ് അപ്പോയിൻമെന്റ് അവൈലബിലിറ്റി. ഇനി മുതൽ എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇന്ത്യയിൽ നിന്നും ആപ്ലിക്കേഷൻ ചെയ്തു, എന്നിട്ട് ഞാൻ മലേഷ്യയിലെ അപ്പോയിൻമെന്റ് ബുക്ക് ചെയ്യുന്നു. സോ ആ ഒരു സെനാരിയോയിൽ നിങ്ങളുടെ നാഷണാലിറ്റി അനുസരിച്ച് സ്ലോട്ടിന്റെ അവൈലബിലിറ്റി പഴയ പോലെ ഉണ്ടാവില്ല. കാരണം നിങ്ങൾ ഇന്ത്യൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ പഴയ പരിപാടി ഇപ്പം നമ്മൾ നടക്കില്ല എന്നാണ് സാരം. എന്നാലും അവർ ഈ ഡയറക്ഷൻസ് നമുക്ക് തന്നിരിക്കുന്നു മാത്രം. സോ ഇന്ത്യയിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, മറ്റൊരു കൺട്രിയിൽ നിങ്ങൾക്ക് റെസിഡൻസ് സ്റ്റാറ്റസ് ഇല്ലെങ്കിൽ, ഓൾവേസ് ട്രൈ ടു അറ്റൻഡ് ദ ഇന്റർവ്യൂ ഇൻ ഇന്ത്യ. ഓക്കെ, വേറൊരു കൺട്രിയെ കുറിച്ച് സ്വപ്നം പോലും കാണണ്ട. മറിച്ച് നിങ്ങൾ പോളണ്ടിലോ UK അല്ലെങ്കിൽ അയർലൻഡിലോ ഒക്കെ വർക്ക് പെർമിറ്റ് ഉണ്ട്, റെസിഡൻസ് സ്റ്റാറ്റസ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അവിടുന്ന് തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തിൽ വേറെ വിഷമമൊന്നും. എക്സിസ്റ്റിംഗ് അപ്പോയിൻമെന്റ്സിന് ഇത് ബാധിക്കുന്നില്ല. സെപ്റ്റംബർ 6 മുമ്പ് നിങ്ങൾ ബുക്ക് ചെയ്ത അപ്പോയിൻമെന്റ്സിന് ഇത് ബാധകമല്ല എന്ന് സാരം. സെപ്റ്റംബർ 6 കഴിഞ്ഞ് നിങ്ങൾ ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ബുക്ക് അറ്റ് യുവർ ഓൺ റിസ്ക്, യു ഡോണ്ട് വേസ്റ്റ് യുവർ മണി. നിങ്ങൾ ഇന്ത്യയിൽ തന്നെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. അതാണ് ബെറ്റർ. ഓക്കെ,
സോ ഇപ്പോൾ നല്ല അപ്രൂവൽ റേറ്റ് വരുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. കാരണം പക്ഷേ എൻ്റെ ഒരു ലാസ്റ്റ് വീക്ക് പോയ ഒരു 4 ക്ലയൻസിനോടും വിസ റെഡി ആയിട്ടുണ്ട്. ഒരു ഫാമിലിക്കായിട്ടുണ്ട്. സോ വിസ കിട്ടാത്തവരുണ്ട് കേട്ടോ. പക്ഷേ എന്നാലും നേരത്തെക്കാളും കുറച്ച് സ്ഥിതി മെച്ചപ്പെട്ടിട്ടുണ്ട്. ഫാമിലീസിനൊക്കെ വിസ അപ്രൂവ് ആകുന്നുണ്ടെന്നാണ് നമ്മളുടെ ഒരു കാൻഡിഡേറ്റ് അവിടെ പോയിട്ട് ലൈവായിട്ട് കണ്ടിട്ട് പറഞ്ഞത്. അവർ പുള്ളി നിന്നപ്പോൾ അവിടെ നിന്ന ഫാമിലീസൊക്കെ അക്സെപ്റ്റ് ആവുന്നുണ്ടെന്ന് പറയും. സോ എന്തിന് വെറുതെ കാശ് പൊടിച്ച് പുറത്ത് പോയി വെറുതെ കാശ് വേസ്റ്റ് ചെയ്യണം. ഇന്ത്യയിൽ തന്നെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക, നല്ലോണം പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓൾ ദ വെരി ബെസ്റ്റ് ഗൈസ്. ടേക്ക് കെയർ. താങ്ക് യു ഫോർ ഓൾ ദ സപ്പോർട്ട് ആൻഡ് പേഷ്യൻസ്. ബൈ.